ഒരു പ്രവചനത്തിന് മുതിരുന്നോ? ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? അത്തരം മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ ഈ തരത്തിൽ പ്രവചനം നടത്തുക എന്നുള്ള ഏർപ്പാടിന് ശരിയില്ല. എന്തുകൊണ്ട് വെച്ചാൽ അത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ചുരുക്കം ചില നമ്പർ ആളുകൾ നേതാക്കന്മാർ കൂടിയിരുന്ന് തീരുമാനിക്കുന്നതാണ്. എന്നിരുന്നാലും ഈ നാട് ആഗ്രഹിക്കുന്ന ഒരു നീതി എന്ന് പറയുന്നത് വി ഡി സതീശൻ അനുകൂലമാണ്. ഞാൻ കണ്ട ഗ്രൗണ്ട്, ഞാൻ കണ്ട മനുഷ്യൻ, ഞാൻ എടുത്ത പ്രതികരണങ്ങൾ എല്ലാത്തിലും വി ഡി സതീശനുണ്ട്. അത് പ്രത്യേകിച്ച് വി ഡി സതീശൻ കഴിഞ്ഞ ഒരു 5 വർഷത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തെയും പരാജയമായിരുന്ന നിലപാടുകൾ ഇല്ലായ്മ, കൃത്യമായ ഒരു സ്റ്റാൻഡ് പക്ഷം പറയില്ല, ഒരു അഴകുഴമ്പൻ നിലപാടുകളുടെ കാലത്ത് നിലപാടുകൾ പറഞ്ഞ് വി ഡി സതീശൻ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ശരിയും തെറ്റും ഉണ്ടാവാം. എന്നിരുന്നാലും ആ നിലപാടിനോടൊപ്പം ഈ നാടിന്റെ മഹാഭൂരിപക്ഷം ചേർന്ന് നടന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതൊക്കെ മനസ്സിലാക്കാൻ ഞാൻ കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല, ഈ 3-4 ജില്ലകൾ വി ഡി സതീശന്റെ ജാഥയെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ഗോവിന്ദമാഷിന്റെ ജാഥയെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആൾക്കൂട്ടം ഒരു വെയിലത്ത് വി ഡി സതീശൻ ഓരോ പോയിന്റിലും 10,000 കണക്കിന് മനുഷ്യരായിരുന്നു പൊതിഞ്ഞു പിടിച്ചത്. ആ വോട്ട് അതേ അളവിൽ ആ ഒരു റിസൾട്ടിലേക്ക് അദ്ദേഹം എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിലൂടെ ഈ നാടിന് കിട്ടിയ വാഗ്ദാനങ്ങൾ ജനം വിശ്വസിച്ചിട്ടുണ്ട്. അപ്പം ഒരു രാഷ്ട്രീയ സിസ്റ്റത്തിന്റെ ഭാഗമായി കൊടുത്ത വാഗ്ദാനം ഒരു മനുഷ്യനിലൂടെ കൊടുത്താൽ ആ മനുഷ്യനെ ആ നേതൃനിലയിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അതല്ലാത്ത രീതിയിൽ ജനം വോട്ട് കുത്തിയതിനു ശേഷം എം എൽ എമാർ അവരവരുടെ ഗ്രൗണ്ട് മനസ്സിലാക്കാതെയുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കിയാൽ ഈ നാടിനെ പറ്റി കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇടതുപക്ഷത്തിന്റെ വീഴ്ചയിൽ നിന്ന് അവർക്ക് പാഠം പഠിക്കാനുണ്ട്. ജനഹിതത്തെ വഞ്ചിക്കാതിരിക്കുക എന്നുള്ളത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ, കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ബാധ്യതയാണ്. അത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കൊക്കെ കേരളത്തിൽ വലിയ രീതിയിലുള്ള പോപ്പുലാരിറ്റി ഉണ്ട്. ആ പോപ്പുലാരിറ്റി പോലും കട്ടാകുന്ന തരത്തിലേക്കായിരിക്കും അതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നത്. അത് ഇന്നലെ കൊച്ചിയിൽ കണ്ടത് അതിന്റെ ഒരു തുടക്കമാവും. ആ തരത്തിലുള്ള ഒരു തീരുമാനം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉണ്ടായാൽ എന്നുള്ളതാണ്. മുൻകാല അനുഭവം ഈ നാട്ടിലുണ്ട്. അത് ഇടതുപക്ഷത്ത് നിന്നായിരുന്നു. സഖാവ് വി എസ് അച്യുതാനന്ദൻ മാറ്റി നിർത്തുന്ന ഈ തരത്തിലുള്ള രാഷ്ട്രീയമായ അപ്രമാദിത്വം കൊണ്ട് ജനകീയരായ നേതാക്കളെ വെട്ടുമ്പോൾ നാട് ഉണരാറുണ്ട്. ആ രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്ക് നടന്നാൽ കോൺഗ്രസിനും പിടിച്ചു നിൽക്കാനാവില്ല. കോൺഗ്രസിനെ വോട്ട് കുത്തിയ മനുഷ്യർ നിരാശരാകും എന്നുള്ളത് തന്നെയാണ്. ആ രീതിയിൽ എന്ത് തീരുമാനം വരും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം.